അങ്ങനല്ല വർക്ക് വേണമെങ്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പ്ലെയിൻ എനിക്ക് കൂർക്ക നന്നായി ഒരു ഭാഗം. അപ്പൊ ഈ വട്ടം മഴ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ. വയോട്ടാ. എനിക്ക് കൂർക്ക നന്നാക്കായിരുന്നപ്പോളേ നമ്മുടെ പേളീനെ കിട്ടിയിട്ടാ കൂട്ടിന്. പേളീനെ അനിയനെ അയച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഓടി ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടുന്ന് പോവേ ഇല്ല. അവൾ ഇവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കട്ടെ. അപ്പൊ ഇവിടെ കിടക്ക നമ്മുടെ ഈ വാതിലടച്ച് നമ്മൾ അങ്ങോട്ട് കിടന്നുണ്ടെങ്കിൽ ഈ ചവിട്ടുമ്പോ എടുക്കും. പോവാൻ ഒരു ഉദ്ദേശമില്ല. ആളുടെ ഇരിപ്പ് കണ്ടില്ലേ. ഇപ്പൊ എന്തൊരു കുഴപ്പമെന്ന് അറിയോ, ഇവിടെ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോ നമ്മുടെ അല്ലു പിണങ്ങ. അല്ലുന് സ്വതേ അവളല്ലാണ്ട് വേറെ ഒരാളെ സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പൊ അല്ലു അപ്പുറത്തെ കാർപ്പുറത്തിലാണ് കിടക്കണേട്ടാ. വെളിയേ പോണ്ടേ വീട്ടിയേ? വേണ്ടേ പോണ്ടേ? വേണ്ടാന്ന് കണ്ണടക്കി വീട്ടിൽ പോണ്ടേ? വേണ്ട എന്നാ ശരി, ഇവിടെ കിടന്നു. നമ്മുടെ നോക്കിയേ കൂർക്ക മെഴുക്ക് പുട്ടി റെഡി ആയിട്ടാ. കൂർക്കയുടെ കാലം കഴിയണ വരെ ഇനിയിപ്പോ കൂർക്ക തന്നെയായിരിക്കും. കൂർക്കില്ലാത്ത ദിവസം ഉണ്ടാവില്ല ചേട്ടാ ഞങ്ങക്ക്. അതേപോലെയാണ് ഇപ്പോ. അപ്പൊ ഞാനുണ്ടല്ലോ ഇപ്പൊ മോൻ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്ന് പറയുന്നത് പോർക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിതാ പോർക്കേ നമ്മളുണ്ടല്ലോ മീനൊക്കെ വറക്കില്ലേ അതേപോലെ തന്നെ വറുത്തെടുക്കൂട്ടാ. ഒരു പ്രത്യേക ടേസ്റ്റാട്ടാ അങ്ങനെ ചെയ്യുമ്പോ. അപ്പൊ അതേപോലെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. കണ്ട ഇതേപോലെ ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. നമ്മളെ മീനൊക്കെ വരയില്ലേ അതേപോലെ നന്നായിട്ട് വരഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർത്ത് വറക്കാട്ടെ. നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ചെയ്യുമ്പോ പോർക്ക്. അപ്പൊ രാവിലേക്ക് മക്കൾക്ക് മറ്റേ കൂർക്ക മെഴുക്ക് പുരട്ടൊക്കെ ഉണ്ടാക്കി നമ്മൾ പോർക്ക് ഞാൻ കാട്ടി തന്നത് അതേപോലെയൊക്കെ വറുത്ത് കൊടുത്തു. ഇനിയിപ്പോ എന്നിട്ടാണെങ്കിൽ സാധാരണ രീതിയിൽ പോർക്ക് നമ്മളിങ്ങനെ കനം കുറച്ച് നോക്കിയിട്ട് ഒരു റോസ്റ്റ് ചെയ്തെടുക്കും. ഇനിയിപ്പോ അതാണ് ചെയ്യണത്. ഇപ്പൊ മക്കള് വരുമ്പോ മാത്രം ഇപ്പൊ കൂടുതലും നമ്മള് വീടിലേക്ക് ഇങ്ങനെ എടുത്തേക്ക് വെക്കണുള്ളൂട്ടാ. കാരണം എന്താണെന്നറിയോ, ഞാൻ ഷർട്ട് മാത്രമാകുമ്പോഴേ ഞങ്ങക്ക് ഇത് മേടിച്ചു കഴിഞ്ഞാ അങ്ങനെ തോന്നണേ കഴിക്കാനായിട്ട്. നമ്മുടെ വീഡിയോക്കൊക്കെ വേണ്ടിട്ട് നമ്മൾ പലപ്പോഴും വെക്കുന്നല്ലാണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി വെക്കല് കുറവാണ് ഞങ്ങള്. പക്ഷെ മക്കള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അമ്മ പിള്ളേരെടുത്ത് പോയിട്ട് ആരെടുത്തേക്കാ? മോൻ വരുമ്പോ ഞാനത് വേഗം റെഡിയാക്കി വയ്ക്കാം. നമ്മളിതാ ഇതേപോലെ ആയിട്ട് നുറുക്കിയെടുക്കുക. അപ്പൊ ഞാൻ പോർക്ക് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ പീസുകളായിട്ടാണ് നമ്മൾ കുക്കറിലിട്ട് വിസിലടുപ്പിച്ചെടുക്കും. എന്നിട്ട് അപ്പൊ അതായത് പോർക്കൊക്കെ ഞാൻ 2 വിസിലടുപ്പിക്കുള്ളൂ കേട്ടാ. 2 വിസിലടുപ്പിച്ച് അതിൽ ടയർ പോയി കഴിയുമ്പോൾ തുറക്കും. അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതാ ഇതേപോലെ നീളത്തില് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കും. കാരണം ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുന്നതാണ് ഉണ്ണികൾക്ക് ഇഷ്ടേ. തീരെ നെയ്യൊന്നും ഇല്ലാണ്ട്. അപ്പൊ ഇത് ഞാൻ കാട്ടിത്തരണ്ടേ. ഞാൻ മുന്നേ നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും പോർക്ക് ഫ്രൈ വെക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതേപോലെ ഞാൻ ഇന്നും കാട്ടിത്തരാം. വീട്ടിലാണെങ്കിൽ വെക്കണെങ്കിലും കൂടിയിട്ട്. കാരണം വേവിച്ചിട്ടാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ കനം കുറച്ച് നുറുക്കിയെടുക്കാൻ പറ്റുള്ളേ. ഞാനുണ്ടല്ലോ നമ്മുടെ നുറുക്കി കൊണ്ടുവന്ന നമ്മുടെ ഈ പോർക്ക് ഇതാ നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടാ. ഇതിൽ നമ്മളിപ്പോ വേറെ ഒന്നും ചെയ്യില്ല. നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ടിതാ ഒരു ഫസ്റ്റൊക്കെ നമ്മളൊരു മീഡിയം ലെവലിൽ തീയാക്കിയിട്ട് വെക്കുക. കാരണം ആ നെയ്യൊക്കെ ഒന്ന് ഒരുക്കി പാത്രമൊക്കെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാട്ടാ. അപ്പൊ ഇങ്ങനെ തുറന്ന് തന്നെ നമ്മൾ വെക്കും. തീ കുറവിലാണ് നമ്മളിപ്പോ വെച്ചിട്ടുള്ളത്. ഇതിലാണ് അതായത് ഈ കുരുകി വന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ചേർക്കുള്ളൂട്ടെ ഇതില്. നമ്മുടെ ഈ പോർക്കിലേക്ക് ഉണ്ടല്ലോ ഞാനിപ്പോ 2 കിലോ പോർക്കാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 300 ഗ്രാം എന്താ പറയാ ചുവന്നുള്ളി, പിന്നെ ഒരു തുള വെളുത്തുള്ളി, അത്യാവശ്യം വലിപ്പമുള്ളത് ഒരു കഷ്ണം ഇഞ്ചിട്ടാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോ ഇതിലേക്ക് എടുക്കുന്നത്. പിന്നെ കറിവേപ്പില അങ്ങനെയുള്ളത്. അപ്പൊ നമുക്ക് അതൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി നന്നാക്കി എടുക്കുകയും ചെയ്യാലോ. എന്നാലും കുറച്ച് സമയം പിടിക്കും. തീ കുറവിലല്ലേ നമ്മൾ ഇട്ടോക്കണേ. അതിലത്തെ എന്താ പറയാ തീ കൂട്ടി വെച്ചിട്ട് സ്പീഡിലാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നാവില്ല. ആ തീ കുറവിൽ കിടന്ന് ആ നെയ്യൊക്കെ ഉരുകി നന്നായിട്ട് നെയ്യ് ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനടുത്ത് നിന്ന് നമുക്ക് പതുക്കെ തീ കൂട്ടി വയ്ക്കാം. പിന്നെ ആ നെയ്യ് വരുന്നത് മുക്കിയെടുക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്തെടുക്കാം കേട്ടാ. ഇപ്പൊ നമ്മൾ തീ കുറവില വെക്കുന്നത്. അപ്പൊ ആ സമയം മതി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ശരിയാക്കാനായിട്ട്.
ഈ ഉള്ളിക്ക് പകരം സബോള ഇട്ടിട്ടും ചെയ്യാട്ടാ. ഉള്ളിക്ക് ഇടുമ്പോ വേറൊരു ടേസ്റ്റ് കിട്ടും. അത്ര അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസങ്ങളുള്ളൂ. നമ്മളുണ്ടല്ലോ പോർക്ക് വെച്ചിട്ട് കണ്ട ഇതിൽ നെയ്യ് വന്ന് നോക്കണേ, ഇരികി കണ്ട. ഇതേപോലെ നെയ്യ് വരുമ്പോ നമ്മളിത് മുക്കിയിട്ട് നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടാ. ഇങ്ങനെ ആവുമ്പളേ നമുക്ക് പോർക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയാ ഫ്രൈ ആയിട്ടിരിക്കും. നല്ല ഒലർന്നിരിക്കും കേട്ടാ. നമ്മളിതാ എന്താ പറയാ ഇതിലേക്കുള്ള ഒരുവിധം നെയ്യൊക്കെ നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മൾ ഉള്ളി ഉണ്ടല്ലോ, എന്താ വെറുതെ നടു മുറിച്ചിട്ടുള്ളൂ കേട്ടോ ഉള്ളികളുടെ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളിയിൽ കിടന്നിട്ട് വേണം എന്താ പറയാ നമ്മുടെ പോർക്കും, ഈ ചെറുതായിട്ട് പോർക്കിന്റെ നെയ്യ് ഉണ്ടാവും ഇതില്. അപ്പൊ അത് മതി. നമ്മുടെ ഈ എന്താ പറയാ ഉള്ളിയൊക്കെ ഒന്ന് നല്ല മൂത്ത് സെറ്റായി വരാനായിട്ടാ. അപ്പൊ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ വെളിച്ചെണ്ണ ഒന്നും ചേർക്കില്ല. ഞാൻ പോർക്ക് വെക്കുമ്പോ ആവുന്നത് വെളിച്ചെണ്ണ ചേർക്കാണ്ടാണ് വെക്കുക. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ മസാല ആക്കിയിട്ട് ഇങ്ങനെയും ചെയ്യാം. ഇതാകുമ്പോ ഈ പോർക്കിന്റെ നെയ്യിൽ കിടന്നിട്ടാണ് നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയോ അല്ലാതെ ആവുക. ഇപ്പൊ നമ്മുടെ ഉള്ളിയാണ് ഇട്ടോക്കടെ. ഇനി ഇത് കിടന്നു ഉള്ളി ഒന്ന് മൂത്ത് കിട്ടട്ടെ നമുക്ക്. അപ്പൊ ഈ സമയത്തൊക്കെ ഞാൻ ചെറുതായിട്ട് തീയൊക്കെ ഒന്ന് കൂട്ടി വെക്കും. പിന്നെ നമ്മൾ അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് തീ കൂട്ടും കുറച്ചൊക്കെ ശരിയാക്കണം കേട്ടാ. നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കണ്ട ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കുണ്ടല്ലോ നമ്മുടെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെറുതെ കല്ലിൽ ചതച്ചിട്ടാ മതി കേട്ടാ. നന്നായിട്ട് ചതച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിക്കണേൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് വേപ്പില കേട്ടാ, കറിവേപ്പില എത്ര ഇട്ടാലും കുഴപ്പമില്ല. അത് ഇച്ചിരി കുറേന്നല്ല, ഒരു 6-7 കതിരൊക്കെ കറിവേപ്പില ഇടാട്ടോ. നമുക്ക് ടേസ്റ്റ് കൂടുള്ളൂ നമ്മുടെ ചിക്കനിലൊക്കെ, പ്രത്യേകിച്ചും ഈ എന്താ പറയാ നോൺ വെജ് വെക്കുന്ന കറികളിൽ ഇട്ടാ മസാലയൊക്കെ ഇട്ട് അല്ല നമ്മുടെ വേപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോഴും ഞാൻ വേപ്പില എന്ന് പറയുമ്പോ പലരും പറയും കറിവേപ്പില എന്ന് പറയാം. അപ്പൊ അത് ഞാൻ ആ വേപ്പില എന്ന് പറഞ്ഞ് അങ്ങനെ ഉപയോഗിച്ചേ എനിക്ക് അങ്ങനെ വരുമോ വായല എപ്പോഴും. അപ്പൊ കറിവേപ്പില. അപ്പൊ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചിങ്ങനെ എടുത്തപ്പോ നമ്മളുണ്ടല്ലോ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി എനിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഞാൻ കറിവേപ്പില നന്നായിട്ട് ഉപയോഗിക്കൂട്ടെ ഇറച്ചി കറികളിലൊക്കെ. അതും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പൊ ഇനി നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി വേപ്പിലൊക്കെ ഇട്ടതുണ്ടല്ലോ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ പോർക്കിന്റെ നെയ്യിൽ എണ്ണ കിടന്ന് സെറ്റാവട്ടെ കേട്ടാ. ഇതായതിന് ശേഷമായിട്ട് നമ്മള് മുളക് പൊടി അതുപോലെ മഞ്ഞപ്പൊടി മസാലയൊക്കെ ഇടുള്ളൂ കേട്ടാ. പോർക്കിലേക്ക് നമുക്ക് എന്താ പറയാ ഈ ഉള്ളിത്തണ്ട് കണ്ട നമ്മളിവിടെ ഫുള്ള് ഉള്ളിയായിരുന്നു നട്ടിരുന്നത്. നമ്മൾ കറിയുടെ ആവശ്യത്തിന് അപ്പാപ്പ വന്ന് ഇതുമിക്ക് പറിക്കുകയാണ് ചെയ്യാറ്. മെഴുക്കുപുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിനാണ് പറിച്ചോണ്ട് വെക്കുക. അപ്പൊ അതാ നമ്മുടെ പോർക്കിലേക്ക് നോക്കിയേ ഈ ഒരു കട ഉള്ളി പറിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയാ നമ്മുടെ ഉള്ളിപ്പൂവ് കണ്ടുണ്ടോ ഉള്ളിപ്പൂവ്? ഭയങ്കര ഭംഗിയാട്ടോ ഉള്ളിപ്പൂവ് കാണാനായിട്ട്. അപ്പൊ ഞാനിതാ ഒരു കടയായിട്ടാണ് നമ്മൾ പറിച്ചെടുക്കണേ. ഇതിന്റെ ഇടയിലേ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മുടെ തുളസി, മുളക്, പപ്പത്തൈ ഇതൊക്കെയാണ് മുളച്ചോണ്ടിരിക്കണേ. ഇത് പറിച്ചെടുക്കാം നമുക്ക്. അപ്പൊ ഈ എന്താ പറയാ ഇത് ഫുള്ള് നമ്മൾ എടുക്കില്ല, ഇതിന് കുറച്ചായിട്ട് നമ്മൾ എടുക്കുള്ളൂ ഈ തണ്ട്. ഇതിപ്പോ നമ്മൾ ഇവിടെ നിർത്താണെങ്കിൽ ഈ ഉള്ളി ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. ഇതിപ്പോ ഉള്ളി വലുതാവാനുള്ള സമയം കൊടുക്കണില്ല. അതിന് മുന്നേ തന്നെ നമ്മളിത് പറിച്ചെടുക്കാട്ടാ. നല്ല വലിപ്പം വരും കണ്ട ഉള്ളിയുടെ കട കണ്ട. ഇതാണ് വണ്ണം വെക്കുക ഉള്ളിയായിട്ട് മാറും ഈ ഒരു ഭാഗം. അപ്പൊ ഈ വട്ടം മഴക്കാലൊക്കെ ആയ കാരണേ നമ്മള് കൂടുതൽ ഉള്ളി ഉണ്ടാവാൻ വേണ്ടി നിർത്തിയില്ല. ഇങ്ങനെ വേഗം വേഗം പറിച്ചെടുക്കായിരുന്നു കറികൾക്ക് വേണ്ടിയിട്ട്. നമ്മളുണ്ടല്ലോ നോക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലും ഒക്കെ ഇട്ടതാ ഇതേപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടാ. എല്ലാതും നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു മണം വരും. ഇഞ്ചിയും വെളുത്തുള്ളി വേപ്പിലൊക്കെ ഒന്ന് സെറ്റ് ആയി വരുന്ന സമയത്ത് പിന്നെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവുമല്ലോ. ഈ സമയത്താണ് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടാ. അപ്പൊ ഞാനിതാ എരിവിനനുസരിച്ച് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂണ് മുളക് പൊടി. പിന്നെ നമ്മൾ ഇതിലുണ്ടല്ലോ ഞാൻ പച്ചമുളക് ഇട്ടുണ്ടായിരുന്നു 4 പച്ചമുളക്. അത് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഒന്ന് കാണിക്കാനായിട്ട് എന്താ പറയാ ഓണാക്കാൻ മറന്നുപോയി. അപ്പൊ ഇതാ ഒരു 2.25 ടീസ്പൂണിന്റെ അടുത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പോർക്കിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഈ നെയ്യൊക്കെ ഒന്നും കൂടി ഊറ്റിയെടുക്കും. അപ്പൊ എരിയൊക്കെ ഒന്ന് പാകമായി കിട്ടും. അപ്പൊ
കാരണം ഈ നെയ്യ് ഊറ്റിയെടുക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ മുളക് പൊടി കുറച്ച് പോരല്ലോ. പിന്നെ നമ്മളിത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കുറവായിട്ട് അതിൽ ഉപയോഗിക്കുക. പിന്നെ മഞ്ഞപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഞാനിതാ ഒരു 3/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ പൊടികളൊക്കെ ഇതാ നന്നായിട്ടൊന്ന് ഇതിലേക്ക് ഇടുന്ന എന്താ പറയാ, ഈ ഒരു ചൂട് മതി. ഈ സമയത്ത് നമ്മൾ തീ കുറവിലാട്ട വെച്ചിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെയൊക്കെ ഒരു പച്ചകുത്ത് പോകണത്. പൊടികളുടെയൊക്കെ ഇതാ പച്ചകുത്ത് പോയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഗരം മസാല 1 ടീസ്പൂൺ ഇട്ടാ പൊടിച്ചതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിത്തണ്ട് നമ്മളിപ്പോ പൊട്ടിച്ചു കൊണ്ടുവന്നല്ലോ, അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കേട്ടാ. നമ്മുടെ ഉള്ളിത്തണ്ട് ഉണ്ടല്ലോ എന്താ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോ. ഇനിയിപ്പോ നമ്മൾ തീയൊന്നും കത്തിക്കില്ല. ഞാൻ ഇതാ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കില്ല. ഇത്രേ ചെയ്യണുള്ളോട്ട് നമ്മുടെ പോർക്ക് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മളിങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ നെയ്യ് ഇങ്ങനെ ഒഴുകി വരും. അപ്പൊ അത് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടാ. നമ്മളിങ്ങനെ ചെരിച്ച് തന്നെ വെക്കണം, എങ്കിൽ മാത്രമാണ് അതിങ്ങനെ വരുള്ളൂ കേട്ടോ. അപ്പോഴാണ് നമ്മളിതെടുത്ത് മാറ്റാണ് വേണ്ടത് കേട്ടാ. പോർക്ക് ഫ്രൈ റെഡി. കുട്ടികളെ അല്ലോ നമുക്കിട്ടല്ലോ പപ്പായേ അതായത് ഉണ്ണികള് മക്കള് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം അങ്ങോട്ട് നന്നായി പഴുത്തത് അവർക്ക് ഇഷ്ടമല്ല. നല്ല കറുകറ് കടിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ 2 പപ്പായ പൊട്ടിക്കാനുണ്ട്, അതും പൊട്ടിക്കണം. പിന്നെ നമ്മുടെ ഒരു പൈനാപ്പിൾ കൂടി പഴുത്തിട്ടുണ്ട്, അതും പൊട്ടിച്ചെടുക്കണം നമുക്ക്. ഇനി നമ്മുടെ ഈ പപ്പക്കായ കണ്ട ഇതേപോലത്തെ ഒരു കളറായിട്ട്, ഇതിനും കൂടുതൽ പഴുത്തിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടാ. ഇങ്ങനെ ഒരു കളർ വരാനേ പാടുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരെണ്ണം കൂടി ഉണ്ട്, അതും ഒരു ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ഇതേപോലെ തന്നെ പാകാവും. അപ്പൊ നിങ്ങൾ ഒരെണ്ണം കൂടി ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. എപ്പോഴേ കാക്കകൾ കൊത്താൻ സാധ്യതയുണ്ടേ. നമ്മുടെ മത്തങ്ങ നോക്കിയാൽ ഇപ്പോഴും ഈ മത്തേമ്മ എപ്പോഴും മത്തങ്ങ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിയത് ഒരാൾ കാണാം. അയ്യോ, അത് പക്ഷെ അത് പൊട്ടിക്കാറായിട്ടുണ്ട്. നമുക്ക് അതുകൂടി പൊട്ടിച്ചെടുക്കാം. നല്ല ചെറിയ മത്തങ്ങ. അയ്യോ, തണ്ടടക്ക് എടുക്കാന്ന് വെച്ചിട്ട് അപ്പൊ അതവിടുന്ന് പോന്നു. നമ്മുടെ ഈ മത്ത ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണ കാരനെ തോന്നും ഇത് കളയാന്ന്. പക്ഷെ ഇത് ഓരോന്ന് കിട്ടുകിടക്കണ കാരനാണെങ്കിലോ കളയാനും തോന്നില്ല. അതാണ് കുഴപ്പം. ഇനിയിപ്പോ എന്തായാലും നമ്മുടെ പൈനാപ്പിളും കൂടി പൊട്ടിച്ചെടുത്ത് കയറാം നമുക്ക്. നമ്മുടെ പൈനാപ്പിളിനെ ഉണ്ടല്ലോ നമ്മള് നന്നായിട്ട് പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തുമ്പോ അവര് കണ്ട പഴുത്ത് കഴിയുമ്പോ ഇവരെ തണ്ട് അതിനനുസരിച്ച് ഇങ്ങോട്ട് ചെരിയും. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെരിഞ്ഞെടുക്കണേ കേട്ടാ. ഈ ഒരു കളറാകുമ്പോഴാണ് നമ്മൾ ഇതൊന്നും പൊട്ടിച്ചെടുക്കാറുള്ളത്. എന്റെ കയ്യമേ ഭയങ്കര മുള്ളല്ലേ ഈ ഇലച്ചി. നമ്മുടെ കൈമ കുത്തുമ്പോഴാണ് എന്തൊരു വേദനയാ. കാണാൻ തന്നെ ഒരു ഭംഗി നോക്കിയണ്ടാ. ഇനി ഇതിന്റെ തല നമ്മളിവിടെ കൊണ്ട് കുഴിച്ചിടും. പിന്നെ നോക്കിക്കഴിഞ്ഞിപ്പോ അപ്പുറത്ത് നിൽക്കണത് പൈനാപ്പിള്. ഇതിന്റെയൊക്കെ ചെറുതുകൾ ഉണ്ട് കേട്ടാ. എന്നാലും പുറത്തേക്ക് മുകളിലേക്ക് നിൽക്കണ ഒരാളെ കാട്ടിത്തരാം ഞാന്. കണ്ടാ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ അവിടെ ഒക്കെ ഇതേ കുഞ്ഞിതുകളുണ്ട് കേട്ടോ, ചെറുതുകളൊക്കെ ആയിട്ട്. അപ്പൊ നമുക്കിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പൈനാപ്പിൾ പൊട്ടിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, നമ്മള് ഈ ഒരു തല കുഴിച്ചിട്ടിട്ടാണ് നമുക്ക് പൈനാപ്പിൾ ഉണ്ടാവണേ. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വട്ടം പൈനാപ്പിൾ എടുക്കും, നമ്മൾ ആ ചെടി കളയില്ല. അപ്പൊ അതുമ്പോൾ പുതിയ പുതിയ ഇലകൾ വരും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ പൈനാപ്പിൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടാ. അപ്പൊ ഫസ്റ്റിലൊക്കെ നമുക്ക് പൈനാപ്പിൾ വിട്ടപ്പോ 1.5 കൊല്ലം വേണ്ടി വന്നിട്ടുണ്ട് കിട്ടാൻ. അതിനുശേഷം പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. കാരണം ഇവരെ ഇളയുമ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ എത്ര നാള് വരും എന്നുള്ളത് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. വന്ന് പൊട്ടിച്ചെടുക്കുന്നല്ലാതെ ആ ഒരു എത്ര ടൈം വരുന്നു നോക്കിയിട്ടില്ല കേട്ടാ. അപ്പൊ നമുക്ക് പോവാം. ഞാന്
പോർക്ക് ഫ്രൈ ആയിട്ട് വെക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കൂർക്കും പോർക്കും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലത്തെ കൂർക്കുപ്പേരി, അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം. അപ്പൊ ഈ കൂർക്ക ഫ്രൈ അതിനെ കുറിച്ച് ഷായിട്ടൊന്ന് പറയുന്ന കേട്ടാ. അത് ഞാൻ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. അടിപൊളി തന്നെയാണ്. കറിനെ പറ്റിട്ട് ശരിക്കൊന്നും പറയാനില്ല. ഇതെപ്പോഴും ചെയ്യണതായി അതായത് അടിപൊളി മീന് പൊടിയുന്നില്ലേ, ഏത് കറി വയ്ക്കുന്നതും അടിപൊളി മീൻ. പിന്നെ ഈ പോർക്കായിട്ടുള്ളത് അതൊരു രസമായിട്ടുള്ള കറിയാട്ടെ. നമുക്ക് പോർക്കുള്ള സമയത്ത് അതൊക്കെ ചെയ്യാൻ പറ്റില്ല. രാവിലെ വെച്ചതായി ഈ കോർക്കപ്പേരി, ഞങ്ങൾ ഉപ്പേരിന്ന് പറയാം. കോർക്കപ്പേരി മെഴുക്ക് പറ്റി എന്ന് പറയുന്നത്. ഏത് കറിയും അടിപൊളി. ഇത് കടിയില്ലേതാ? ഏത് വെക്കുന്നത് കടിയില്ല. അതായത് പോർക്ക് മേടിച്ച എപ്പോഴായാലും കുറച്ചെടുത്തിട്ട് എന്തെങ്കിലും ഒരു കഷ്ണം ഇട്ട് വെക്കുന്നെങ്കിൽ കായോ അല്ലെങ്കിൽ പൂക്കയോ ചേനയോ എന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു കഷ്ണം ഇട്ട് മക്കൾക്ക് അവർക്ക് ഇങ്ങനെ ഫ്രൈ ആക്കുന്നത് ഇഷ്ടം. പിന്നെ അത് അങ്ങനെ ചെയ്യും. എന്തായാലും ഇത് ഈ പാചകത്തിൽ വരാനുള്ള കാരണം തന്നെയാണ്. അവർക്ക് എപ്പോഴും പ്രത്യേകതയുള്ള ഓരോന്നും ഉണ്ടാക്കും. അതന്നെ. അപ്പം ഇന്ന് ഞങ്ങള് ബയ്യൊന്നും പറയുന്നില്ല, ഞങ്ങൾക്ക് സ്നേഹിക്കുന്ന പുറത്തു പോവാണ്ട്. നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. വിലാസിനി മുരളി, ഹായ് വിലാസിനി ചേച്ചി. സഫിയ മുഹമ്മദ്, ഹായ് സഫിയ. പി എസ്, ഹായ് പി എസ്. ജാൻസി തോമസ്, ഹായ് ജാൻസി. ദുർഗ രാജ്, ഹായ് ദുർഗ. ഇനി നമുക്ക് പോവാട്ടാ. ഇനി നമ്മളുണ്ടല്ലോ എന്താ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം കേട്ടാ. അതായത് കല്യാണമൊക്കെ എടുത്തു തുടങ്ങി, ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ചേട്ടന്റെ മോന്റെ കല്യാണമാണ് വരുന്നത്. അപ്പൊ എന്നിട്ടാണെങ്കിൽ നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാൻ പോണത് നമ്മളെ എറണാകുളത്തേക്കാണ്, സീമാട്ടിയിലേക്ക്. അത് പോവാനുള്ള കാരണം ഉണ്ട് കേട്ടോ സീമാട്ടിയിലേക്ക്. കാരണം നമുക്കറിയാം നമുക്ക് തൃശ്ശൂർ നല്ല നല്ല കടകൾ ഉണ്ടെന്നുള്ളത്. പക്ഷെ അങ്ങോട്ട് പോണത് മോനാണെങ്കിൽ എറണാകുളത്താണല്ലോ പഠിക്കണേ. അപ്പൊ നമ്മൾ പല വട്ടമായി ഇപ്പൊ അങ്ങോട്ട് പോണത്. അപ്പൊ അങ്ങനെ ഒരു ദിവസം പോയിട്ട് വരുമ്പോ ഷായിട്ടും പറഞ്ഞു ഇനി വല്ലപ്പോഴും ഡ്രസ്സ് എടുക്കണമെങ്കിൽ കല്യാണമൊക്കെ വരുമ്പോ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഷായിട്ട് എന്നെ ഇന്ന് സീമാട്ടിലേക്ക് കൊണ്ടുപോകണത് കേട്ടാ. അപ്പൊ ഇനി എല്ലാ വിശേഷങ്ങളും അവിടെ എത്തിയിട്ട് നമുക്ക്. ഞാനുണ്ടല്ലോ അതാ സീമാട്ടിയിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തതാ പുറത്തേക്ക് ഇറങ്ങി. സീമാട്ടിയിൽ വീഡിയോ പിടിക്കാൻ അനുവദിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് നമ്മളെ വീഡിയോ ഒന്നും പിടിക്കാതിരുന്നത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് സീമാട്ടി കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു 20 വർഷം മുന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും സീമാട്ടിയിലേക്ക് പോയിട്ട് എന്തായാലും ഒരു സാരി എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മള് തൃശ്ശൂര് അശ്വിനിയുടെ അടുത്തുള്ള കല്യാൺ സാരീസിലേക്ക് കേട്ടോ പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത്. അവിടെ പിന്നെ വീഡിയോ പിടിക്കണോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മൾ കുറച്ച് സാരികളൊക്കെ ഞാൻ നോക്കി, കുറെ വലിച്ചു വാരിയിട്ട് നോക്കിയൊന്നുമില്ല. ഒരുവിധം ഞാൻ മനസ്സിൽ വിചാരിച്ച ചില കളറുകളാണ് ഒന്ന് അന്വേഷിച്ചത്. പക്ഷെ വിചാരിച്ച അതേ സെയിം കളറൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ കുറെ കടകൾ കയറി ഇറങ്ങണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നല്ല ഭംഗിയുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാരീസ് സെലക്ട് ചെയ്ത് ഞാനൊന്ന് ഉടുത്തു നോക്കിയിട്ടാ. അപ്പൊ 1-2 വട്ടം അവര് മാറി പലതരത്തിൽ നമ്മൾ ഉടുപ്പിച്ചു തന്നു. ഒരു ഫ്ലീറ്റായിട്ട് ഉടുപ്പിച്ചു തന്നു, പിന്നെ നേരെടുത്ത് ഉടുപ്പിച്ചൊക്കെ തന്നു. ചായട്ടോട് ഞാൻ ചോദിച്ചു, ചായട്ടിനും എനിക്കും ഒക്കെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സാരിയൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങിയെന്ന് പറയാം. കുഴപ്പമൊന്നുമില്ല, നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇനി പറയണില്ല. സാരിയൊക്കെ ഞാൻ എടുക്കുമ്പോൾ കാണിച്ചു തരാട്ടാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ ഇന്നത്തെ ദിവസം. അപ്പൊ ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാട്ടാ.